ഞാൻ സിസേറിയന് 100% എതിരാണ്. WHO പറയുന്നത് 10 മുതൽ 15% വരെ മാത്രമേ സിസേറിയൻ ചെയ്യാവൂന്ന്. ആ സിസേറിയന് അൺകോൺഷ്യസ് ആയിട്ട് ബോധം കെടുത്തു. നോർമൽ ഡെലിവറി നടത്തുന്ന അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പാല് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. സ്കൂൾ പഠിച്ചിട്ടില്ലേ? എനിക്കറിയില്ല നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഈ സിസേറിയനോട് ഇത്ര ദേഷ്യം എന്താണെന്ന്. അതും പുള്ളി കുറേയൊക്കെ സയൻസ് കലർത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർക്ക് പുള്ളി പറയുന്നത് ശരിയാണ് എന്നുള്ളൊരു തോന്നലും കൂടെ വരും. പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളെ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, WHO 10% വരെ സിസേറിയൻ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. WHO അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഒരു പോപ്പുലേഷനിൽ 10% വരെ സിസേറിയൻ റേറ്റ് വരുന്നത് കൊണ്ട് അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണനിരക്കും അസുഖനിരക്കും കുറയാം. 10%-ന് മുകളിലേക്ക് അത് പോയാൽ ഈ കണക്കുകളിൽ പിന്നെ വ്യത്യാസങ്ങൾ വരുന്നില്ല എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇന്ന പോപ്പുലേഷൻ ഇന്ന സിസേറിയൻ റേറ്റ് വേണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരുപാട്, അതായത് ഇപ്പോൾ ഒരു 50-60% മുകളിൽ പോയാൽ ശരിയാണ്, അത് ഓവർ മെഡിക്കലൈസേഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, മയക്കി കിടത്തിയിട്ടാണ് സിസേറിയൻ ചെയ്യുന്നതെന്ന്. സിസേറിയനിൽ കൂടെ കടന്നു പോയിട്ടുള്ള അമ്മമാരെല്ലാം അത് കേട്ടപ്പോൾ ഒന്ന് ക്രിഞ്ചായി കാണും. 99% ഓഫ് ദ സിസേറിയൻസ് ആർ ഡൺ അണ്ടർ സ്പൈനൽ അനസ്തീഷ്യ. അതായത് വയറിന് താഴോട്ട് മയക്കം നൽകിയിട്ട്, അതായത് സെൻസേഷൻസ് മാറുന്ന രീതിയിൽ സ്പൈനൽ അനസ്തീഷ്യ തന്നാണ് നമ്മൾ സിസേറിയൻസ് യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ അമ്മമാർ യൂഷ്വലി ഉണർന്നിരിക്കുകയായിരിക്കും. കുഞ്ഞ് ജനിക്കുന്നതും അവരറിയാറുണ്ട്. നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങൾ കുഞ്ഞിനെ അപ്പം തന്നെ അമ്മയുടെ നെഞ്ചത്ത് വെക്കുകയും കുഞ്ഞിനെ അപ്പം തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, സിസേറിയൻ കഴിഞ്ഞ അമ്മമാർക്ക് പാല് കുറവാണ് എന്നുള്ളത്. സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായി വരാൻ, കൊളസ്ട്രം അല്ല, അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായി വരാൻ ചിലപ്പോൾ താമസം വന്നേക്കാം. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. സിസേറിയൻ വലിയൊരു സർജറി അല്ലേ, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവാം. ചിലപ്പോൾ സിസേറിയൻ കാരണം കുഞ്ഞിനെ അപ്പം തന്നെ അമ്മയുടെ നെഞ്ചത്ത് വെക്കാൻ നമുക്ക് പറ്റാതെ ഇരിക്കാം. ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ താമസിച്ചായിരിക്കാം. പിന്നെ സിസേറിൻ്റെ റിക്കവറിയുടെ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ കാരണം സിസേറിയൻ കഴിഞ്ഞ ഒരു അമ്മയ്ക്ക് പാല് ഉണ്ടായി വന്ന് തുടങ്ങാൻ ചിലപ്പോൾ ഇച്ചിരി താമസിച്ചേക്കും. ആ ഒരു ഇനിഷ്യേഷൻ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നേക്കാം. സിസേറിയൻ ആണെങ്കിലും വജൈനൽ ബർത്ത് ആണെങ്കിലും ബോത്ത് ആർ ജസ്റ്റ് മോഡ്സ് ഓഫ് ഡെലിവറീസ്. ഇതിൽ ഏറ്റവും കുറവ് ചോയ്സ് മിക്ക സമയത്തും അമ്മമാർക്കായിരിക്കും വരിക. ഡോക്ടർമാരും കെയർ പ്രൊവൈഡേഴ്സും എല്ലാം പറയുന്ന ഒരു ഷെയർഡ് ഡിസിഷൻ മേക്കിങ്ങിൽ കാര്യങ്ങളെല്ലാം കേട്ടു ഇങ്ങനെയാണല്ലേ, അപ്പം ഇങ്ങനെയല്ലേ ഉള്ളൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് മിക്ക സമയത്തും അമ്മമാർക്ക് ഇത് കേൾക്കേണ്ടി വരിക. ഇലക്റ്റീവായിട്ട് സിസേറിയൻ ചോദിച്ചു വരുന്ന അമ്മമാരാണെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺസ് കാണും. സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സർജറിയും കഴിഞ്ഞ് കുഞ്ഞിനെ നോക്കി റിക്കവറി എല്ലാം കൂടെ കടന്നു പോകുന്ന ഒരു അമ്മയോട് വന്നിട്ട് അവരുടെ ആ ഒരു അനുഭവത്തെ, ആ ഒരു എക്സ്പീരിയൻസിനെ ഒന്നും അല്ലാതാക്കുന്ന രീതിയിലുള്ള ഈ വർത്തമാനങ്ങൾ, വി ഷുഡ് ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. നമുക്കറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു വിവരമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാതിരുന്നാൽ പോരെ. അതല്ലേ ഏറ്റവും എളുപ്പവും എല്ലാവർക്കും നല്ലതും.